ആത്മാവിന്റെ ഫലങ്ങളുടെ പട്ടിക. സ്നേഹം. ദൈവം നമ്മെ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെ ആഴത്തിൽ പരിപാലിക്കുക. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ വെക്കുക. സന്തോഷം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് വരുന്ന ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ആന്തരിക സന്തോഷം ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. സമാധാനം. അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ശാന്തത അനുഭവിക്കുക എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സമാധാനത്തിന്റെ ഫലം ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കിടയിലും യോജിപ്പിലും സമാധാനത്തിലും പൂർണ്ണമായി ജീവിക്കാൻ നമുക്ക് കഴിയും. ക്ഷമ. സഹിഷ്ണുത. ദേഷ്യമോ അസ്വസ്ഥതയോ ഇല്ലാതെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയോ ആളുകളെയോ സഹിക്കാനുള്ള കഴിവ്. ദയ. സഹായകരമായ പ്രവൃത്തികളിലൂടെയും കൃപയുള്ള പ്രവർത്തനങ്ങളിലൂടെയും മറ്റുള്ളവരോട് പരിഗണനയും കരുതലും കാണിക്കുന്നു. നന്മ. ധാർമ്മികമായി നല്ലതോ സദ്ഗുണമുള്ളതോ ആയ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്യുന്നതിന്റെ ഗുണം. സൗമ്യത. പരുഷയോ ആക്രമണോത്സുകതയോ അല്ല, ശ്രദ്ധയോടെയും ശാന്തമായ ശക്തിയോടെയും മറ്റുള്ളവരെ സമീപിക്കുക. ആത്മനിയന്ത്രണം. നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. ദൈവഹിതം മാനിക്കുന്ന രീതിയിൽ ജീവിക്കുക. ഈ ഫലങ്ങൾ ഓരോന്നും നമ്മുടെ വിശ്വാസത്തിൽ വളരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വികസിപ്പിക്കുന്ന ഒരു ഗുണമാണ്. ആരോഗ്യമുള്ള ഒരു വൃക്ഷത്തിന്റെ സ്വാഭാവിക ഉൽപ്പന്നമായ ഫലം പോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ സ്വാഭാവിക ഉൽപ്പന്നമായതിനാൽ അവയെ പഴങ്ങൾ എന്ന് വിളിക്കുന്നു. ആത്മാവിനെ നമ്മിൽ എത്രയധികം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുവോ അത്രയധികം ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും.